മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്ന അരിയിൽ അബ്ദുൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിന്റെ തുടരന്വേഷണം ഹൈക്കോടതി സിബിഐക്ക് കൈമാറി. കേസ് കൈമാറിക്കൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം കോടതി ശരിവച്ചു. കേസിലെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്നും പി ജയരാജനെയും ടി വി രാജേഷിനെയും ഒഴിവാക്കാൻ ശ്രമം നടന്നെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരെ രാജ്യം ഭരിക്കാൻ അനുവദിച്ചാൽ നീതി നിർവഹണം സാധ്യമാകാതെ വരും. അരിയിൽ അബ്ദുൽ ഷുക്കൂറിന്റെ കൊലപാതകം മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. അന്വേഷണം ശരിയായ ദിശയിലായിരുന്നില്ലെന്ന് അന്തിമ റിപ്പോർട്ട് വായിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. അന്വേഷണ സംഘത്തിനുമേൽ CPMന്റെ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തന്നെ സമ്മതിച്ചു. സ്വതന്ത്രമായ അന്വേഷണം നടന്നിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ഈ സാഹചര്യത്തിൽ കേസിന്റെ തുടരന്വേഷണം CBI നടത്തുന്നതാണ് ഉചിതം, ഹൈക്കോടതി വ്യക്തമാക്കി. അബ്ദുൽ ഷുക്കൂറിന്റെ അമ്മയുടെ കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കാൻ കോടതിക്കാവില്ല. കേസ് CBIക്ക് കൈമാറിക്കൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതി ശരിവെച്ചു. അബ്ദുൽ ഷുക്കൂറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. പ്രതിസ്ഥാനത്തുള്ള CPM നേതാക്കളായ പി ജയരാജനെയും ടി വി രാജേഷിനെയും രക്ഷിക്കാൻ ശ്രമം നടന്നതായി കോടതി സംശയിക്കുന്നു. ഇരുവർക്കുമെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്താതിരുന്നത് ഇതിന്റെ ഭാഗമായാണ്. ഇരുവരെയും ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് രക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. 28 മുതൽ 31 വരെയുള്ള പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയപ്പോൾ അതേ സ്ഥലത്തുണ്ടായിരുന്ന 32ഉം 33ഉം പ്രതികളായ ജയരാജനും ടി വി രാജേഷും എങ്ങനെ ഒഴിവാക്കപ്പെട്ടുവെന്ന് കോടതി ചോദിച്ചു. സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരെ രാജ്യം ഭരിക്കാൻ അനുവദിച്ചാൽ നീതി നിർവഹണം സാധ്യമാവാതെ വരും. ഇത്തരം സാഹചര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാതിരിക്കാനാവില്ല. മൂകസാക്ഷിയായി നിൽക്കാനും കോടതിക്ക് കഴിയില്ലെന്ന് ജസ്റ്റിസ് ബി കമാൽ പാഷ അഭിപ്രായപ്പെട്ടു. തുടരന്വേഷണം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന CBI വാദം ഹൈക്കോടതി തള്ളി. കേസ് ഏറ്റെടുക്കാൻ CBIക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അബ്ദുൽ ഷുക്കൂറിന്റെ അമ്മയും സർക്കാർ വിജ്ഞാപനം റദ്ദാക്കണമെന്ന് പ്രതികളുമാണ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. 2012 ഫെബ്രുവരിയിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്ന അരിയിൽ അബ്ദുൽ ഷുക്കൂർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. റിപ്പോർട്ടർ, കൊച്ചി.